സിനിമാ ലോകത്തിന്റെ അഭിമാന താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും കഴിഞ്ഞ ദിവസമാണ് UAE ഗോൾഡൻ വിസ നൽകി ആദരിച്ചത്. ഇപ്പോഴിതാ മലയാളികൾക്ക് അഭിമാനമായി മറ്റൊരു താരത്തിനും ഗോൾഡൻ വിസ ലഭിച്ചിരിക്കുകയാണ്. ഓരോ രംഗത്തും മികവ് പുലർത്തുന്നവർക്ക് UAE നൽകി വരുന്ന ആദരമാണ് ഗോൾഡൻ വിസ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മലയാള ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് ഇന്ന് ഗോൾഡൻ വിസ സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ ദിവസം UAE എത്തിയിരുന്നു. കൂടാതെ മറ്റ് യുവ സൂപ്പർ താരങ്ങൾക്കും നടിമാർക്കും വൈകാതെ വിസ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം UAEയുടെ 10 വർഷത്തെ ഗോൾഡൻ വിസ കൂടുതൽ പേർക്ക് ലഭിക്കുകയാണ്. ക്രാഫ്റ്റ്മാൻ, ക്രിയേറ്റീവ് സംരംഭകർ, മറ്റ് കലാപ്രതിഭകൾ എന്നിവർക്ക് ഇന്നു മുതൽ 10 വർഷത്തെ കൾച്ചറൽ വിസ നൽകുമെന്ന് ദുബായ് കൾച്ചറൽ ആൻഡ് ആർട്സ് അതോറിറ്റി അറിയിക്കുകയുണ്ടായി. കലാകാരന്മാരും സർഗാത്മക രംഗത്ത് പ്രവർത്തിക്കുന്നവരും 10 വർഷത്തെ വിസയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ അപേക്ഷകൾ കൾച്ചറൽ വിസ @dubai-culture.ae എന്ന മെയിലിലേക്ക് അയക്കാവുന്നതാണ്. പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ID, സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചുള്ള വിവരണം, ഫോൺ നമ്പർ, മേൽവിലാസം, ജോലി ചെയ്യുന്ന സ്ഥലം എന്നിവ കൂടാതെ വിദ്യാഭ്യാസ യോഗ്യത, സമൂഹത്തിന് നൽകിയ സംഭാവനകളുടെ രേഖകൾ, തൊഴിൽ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറേണ്ടതാണ്. ദുബായിയുടെ കൾച്ചറൽ വിസ ലോകത്ത് തന്നെ ഇതാദ്യമായാണ് ഇത്തരത്തിൽ കൾച്ചറൽ വിസ നൽകി വരുന്നത്. അൽക്വാസ് ക്രിയേറ്റീവ് സോൺ വികസന പദ്ധതിയുടെ ഭാഗമായാണ് കൾച്ചറൽ വിസ ആരംഭിക്കുന്നത്. അതേസമയം നമ്മുടെ പ്രവാസികൾക്ക് 100% ഉടമസ്ഥാവകാശമുള്ള കമ്പനി തുടങ്ങാമെന്ന UAEയുടെ നയം വലിയ മാറ്റങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു. ഇതോടെ സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് കഴിഞ്ഞ സ്വദേശികൾക്കാണ് നഷ്ടം നേരിടേണ്ടി വരിക. നേട്ടം വിദേശികൾക്കും. വിരമിച്ചവർ ഉൾപ്പെടെയുള്ള ധാരാളം സ്വദേശികളുടെ വരുമാന മാർഗമാണ് ഈ സ്പോൺസർഷിപ്പ്. 100 കണക്കിന് കമ്പനികളുടെ സ്പോൺസർമാരായിട്ടുള്ളവരുമുണ്ട്. ഇവർക്ക് ബദൽ വരുമാന മാർഗം ആലോചനയിലാണ്. വിദ്യാഭ്യാസവും സംരംഭകത്വ ശേഷിയുമുള്ള വിദേശികളെ 10 വർഷ ഗോൾഡൻ വിസ നൽകിയാണ് വരവേൽക്കുന്നത്. കഴിഞ്ഞ വർഷം വ്യവസായികൾക്കും നിക്ഷേപകർക്കും വിസ അനുവദിക്കുകയുണ്ടായി. എല്ലാ വിഭാഗം ഡോക്ടർമാരെയും പരിഗണിക്കുമെങ്കിലും വൈറൽ എപ്പിഡോമോളജി സ്പെഷ്യലിസ്റ്റുകൾക്ക് മുൻഗണനയുണ്ട്. കോവിഡ് പഠിപ്പിച്ച പാഠത്തിന്റെ പ്രതിഫലനമാണിത്. എഞ്ചിനീയർമാരിൽ കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ പ്രോഗ്രാമിംഗ്, സാങ്കേതിക രംഗം, നിർമ്മിത ബുദ്ധി, ബിഗ് ഡാറ്റ മേഖലകളിലുള്ളവർക്കാണ് വിസ നൽകുക. PhD നേടിയവർ, ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, ഗവേഷകർ അഥവാ ശാസ്ത്രജ്ഞർ, പേറ്റന്റ് ഉള്ള കണ്ടുപിടുത്തം നടത്തിയവർ, കലാകാരന്മാർ തുടങ്ങിയവരെയും ഇതിനായി സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.